ജമ്മു ഹിമാചൽ അതിർത്തി ഗ്രാമമാണ് ജിസ്പ. ജമ്മുവിൽ നിന്ന് ലേ മണാലി ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഹിമാചൽ പ്രദേശിലേക്കുള്ള ആദ്യ ഗ്രാമകവാടം. വിവരവിനിമയത്തിന് മൊബൈൽ ഫോൺ പോലുമില്ലാത്ത ഇന്ത്യയുടെ തെക്കൻ അതിർത്തി മേഖലകളിലൂടെയുള്ള പര്യടനം കഴിഞ്ഞ് മാതൃഭൂമി യാത്ര വീണ്ടും മറ്റൊരു സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുകയാണ്. മഞ്ഞു നിറഞ്ഞതും അതീവ ദുർഘടവുമായ ഹിമാലയൻ പാതകളിലൂടെ ജമ്മുകശ്മീരിലെ കാഴ്ചകൾ കണ്ട് ജസ്പയിലെത്തി വിശ്രമം. ഇനി മറ്റൊരു ഹിമാലയൻ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലേക്കാണ് കാഴ്ചയുടെ സഞ്ചാരം. മലനിരകൾ അതിരിടുന്ന താഴ്വരകളിലൂടെ നീണ്ടു നിവർന്നു കിടക്കുന്ന മലമ്പാതയാണിത്. കാലാവസ്ഥയിലും ഭൂപ്രകൃതിയിലും വ്യത്യാസം പ്രകടമാണ്. ഉത്തരാഖണ്ഡിലെയും കശ്മീരിലെയും പല മലമ്പാതകളും പോലെ ഇവിടെയും അപകടം പതിയിരിക്കുന്ന ഇടങ്ങൾ ധാരാളമാണ്. മനാലിയിലേക്കുള്ള യാത്രക്കിടയിൽ കെയ്ലോങ് എന്ന സ്ഥലത്തെത്തുമ്പോൾ ചെനാബ് നദി മുറിച്ചു കടക്കണം. പുരാണങ്ങളിൽ ഉൾപ്പെടെ ചന്ദ്രഭാഗ എന്നാണ് ഈ നദിക്ക് പറയുന്ന പേര്. നദിക്ക് കുറുകെ വലിയൊരു ഇരുമ്പ് പാലം സ്ഥാപിച്ചിട്ടുണ്ട്. നദീസംഗമമാണ് കെയ്ലോങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയിൽ നദീസംഗമങ്ങൾക്കുള്ള പ്രാധാന്യം വിളിച്ചോതുന്നു ചന്ദ്രഭാഗയും. നീല നിറത്തിലുള്ള വെള്ളം നിറഞ്ഞ ചന്ദ്രാനദിയും പച്ച നിറമുള്ള വെള്ളത്തോടുകൂടിയ ഭാഗാനദിയും കൂടിച്ചേർന്നാണ് ചന്ദ്രഭാഗ രൂപം കൊണ്ടിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ കടുത്ത മണ്ണൊലിപ്പ് മൂലം നദിയിലെ വെള്ളത്തിന് പച്ചയും നീലയും ഒക്കെ കലർന്ന ചാരനിറമാണ്. കെയ്ലോങ്ങും കടന്ന് മുന്നോട്ടു പോകുമ്പോൾ വഴി വീണ്ടും ദുർഘടമാകുന്നു. പലയിടത്തും ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾ കാഴ്ച മറയ്ക്കുന്നു. തകർന്ന റോഡിലൂടെ ട്രക്കുകൾ ചീറിപ്പായുന്നു. ഹിമാചലിന്റെ തനത് പ്രകൃതി ഭംഗിയിലേക്ക് യാത്ര പ്രവേശിക്കുകയാണ്. അങ്ങിങ്ങ് പച്ചപ്പ് കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയിലെ 18ാമത്തെ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനം സിംലയാണ്. 55,000-ൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഹിമാചലിൽ 61 ലക്ഷത്തോളം മാത്രമാണ് ജനസംഖ്യ. മണാലിക്കും 51 കിലോമീറ്റർ ഇപ്പുറത്തുള്ള റോത്താങ് പാസിൽ വാഹനങ്ങളുടെ നല്ല തിരക്കാണ്. വേനൽക്കാലത്തും മറ്റും മണാലിയിലെത്തിയാൽ മഞ്ഞണിഞ്ഞ മലനിരകൾ കാണാനാവില്ല. ഈ സമയത്ത് സഞ്ചാരികളെ ആകർഷിക്കുന്നത് റോത്താങ് പാസ് ആണ്. പച്ചപ്പട്ട് വിരിച്ച കുന്നിൻ ചെരുവുകൾ.
കമ്മൽ പൂക്കളും മുക്കുറ്റിയുമെല്ലാം ധാരാളം വിരിഞ്ഞു നിൽക്കുന്നു. ദൂരെ മഞ്ഞിൽ പുതഞ്ഞ ഹിമാലയൻ മലനിരകൾ. റോത്താങ് പാസിലെ ചില ഭാഗങ്ങളിൽ മഞ്ഞിൻപാളികൾ ഉരുകി മാറാതെ കിടപ്പുണ്ട്. ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതും ഇതാണ്. ഈ മഞ്ഞിൻപാളികളിലൂടെ തെന്നി നടക്കാനും ഊർന്നിറങ്ങാനും മറ്റും മാത്രമായി ആളുകൾ ഇവിടേക്കെത്തുന്നു. അല്പം സാഹസികമാണ് ഈ മഞ്ഞിലെ കളികൾ. ജീപ്പ് ഓടിക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റോഡ് എന്നതാണ് റോത്താങ് പാസിന്റെ ഏറ്റവും വലിയ ആകർഷണം. മൗണ്ടൻ ബൈക്കിങ്ങിനും സ്കീയിങ്ങിനും പേരുകേട്ട മനാലിയിലെ ഒരു പ്രധാന കേന്ദ്രമാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 4111 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റോത്താങ് പാസ് ശൈത്യകാലത്ത് പൂർണ്ണമായും മഞ്ഞിനടിയിലായിരിക്കും. ശ്രദ്ധയോടെ വാഹനമോടിക്കേണ്ട പാതയാണിത്. മെയ് മാസത്തിലാണ് ഈ പാത സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കുന്നത്. സെപ്റ്റംബറിൽ അടയ്ക്കുകയും ചെയ്യും. ചുരം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന വാഹനങ്ങൾ മനോഹരമായൊരു കാഴ്ചയാണ്. അകലെ മണാലി ദൃശ്യമായി തുടങ്ങുന്നു. ഹിമാചലിൽ എത്തുമ്പോൾ ഹിമാലയത്തിന്റെ ഭൂഭംഗി ആകെ മാറുകയാണ്. ഇടതൂർന്ന ഹരിതഭൂമിയാണ് പിന്നെ ചുറ്റും. കെട്ടിടങ്ങളും ധാരാളമായുണ്ട്. ബ്രിട്ടീഷുകാർ രൂപപ്പെടുത്തിയെടുത്ത മറ്റൊരു ഉഷ്ണകാല സുഖവാസ കേന്ദ്രമെന്ന് മണാലിയെ വിശേഷിപ്പിക്കാം. ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് മനാലി. കുളു മണാലി എന്ന് കേൾക്കാത്ത സഞ്ചാരപ്രേമികൾ ഉണ്ടാവില്ല എന്നതാണ് വാസ്തവം. സമുദ്രനിരപ്പിൽ നിന്ന് 1950 മീറ്റർ ഉയരത്തിലാണ് കുളു ജില്ലയുടെ ഭാഗമായ മണാലി സ്ഥിതി ചെയ്യുന്നത്. തലസ്ഥാനമായ സിംലയിൽ നിന്ന് 250 കിലോമീറ്റർ ദൂരത്തിലാണ് മണാലി. ഡൽഹിയിൽ നിന്ന് 540 കിലോമീറ്ററാണ് മണാലിയിലേക്കുള്ള ദൂരം. പുരാണ കഥാപാത്രമായ മനുവിന്റെ പേരിൽ നിന്നാണ് ഈ പ്രദേശത്തിന് മനാലി എന്ന പേര് വന്നതെന്നാണ് വിശ്വാസം. 7 മന്വന്തരങ്ങളിൽ ഒരിക്കൽ മനു ഇവിടം സന്ദർശിക്കുമെന്നാണ് ഐതിഹ്യം. സപ്തർഷികളുടെ വാസകേന്ദ്രമായും മണാലി വാഴ്ത്തപ്പെടുന്നു. പ്രതിദിനം 200 രൂപ മുതൽ 10,000 രൂപ വരെ വാടകയുള്ള വ്യത്യസ്ത നിലവാരത്തിലുള്ള ഹോട്ടൽ മുറികൾ മണാലിയിൽ താമസത്തിന് ലഭ്യമാണ്. വടക്കൻ സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിൽ നിന്നെല്ലാം ഇവിടേക്ക് വാഹന സൗകര്യമുണ്ട്.
മണാലിക്ക് 50 കിലോമീറ്റർ ദൂരത്താണ് ബുണ്ടാർ എയർപോർട്ട്. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ നിന്നും ഈ ഡൊമസ്റ്റിക് വിമാനത്താവളത്തിലേക്ക് സർവീസുകളുണ്ട്. ജോഗീന്ദർ നഗറാണ് സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. 165 കിലോമീറ്റർ ദൂരത്താണിത്. ഹിമാചൽ പ്രദേശ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ബസ്സുകൾ സ്ഥലങ്ങൾ ചുറ്റിക്കാണാൻ ലഭ്യമാണ്. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളാണ് മണാലി സന്ദർശനത്തിന് ഏറ്റവും അനുയോജ്യം. വിദേശികളുടെ ഇഷ്ടതാവളങ്ങളിലൊന്നാണ് മണാലി. പഞ്ചാബ് ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് മണാലിയിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തുന്നവരും അനവധിയാണ്. മണാലിയുടെ ഹൃദയം എന്നാണ് മോൾ റോഡ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ അറിയപ്പെടുന്ന ടൂറിസ്റ്റ് ആകർഷണങ്ങളിലൊന്നുകൂടിയാണ് മാൾ റോഡ്. മാൾ റോഡിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ മാർക്കറ്റ് നിരവധി സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ഹിമാചൽ പ്രദേശിന്റെ പരമ്പരാഗത ഭക്ഷണം ഉൾപ്പെടെയുള്ളവ മാൾ റോഡിലെ റെസ്റ്റോറന്റുകളിലും വഴിയോര കടകളിലും ധാരാളമായി ലഭിക്കും. ചൂടുള്ള ബദാം മിൽക്കും ഗുലാബ് ജാമുനും ജിലേബിയുമെല്ലാം ആരുടെയും നാവിൽ വെള്ളമൂറിക്കും വിധത്തിലാണ് കടകളിൽ പാകം ചെയ്തു വച്ചിരിക്കുന്നത്. മറ്റ് നാടുകളിൽ നിന്നുള്ള സഞ്ചാരികളുടെ രുചിമുകുളങ്ങളെ തൃപ്തിപ്പെടുത്തുകയാണ് മധുര പലഹാരങ്ങളുടെ ലക്ഷ്യം. മാൾ റോഡിൽ തന്നെ ഒരിടത്തായി ചെറിയൊരു ദേവീ ക്ഷേത്രമുണ്ട്. ചൈനീസ് സ്വാധീനമുള്ള ഹിമാചലിന്റെ തനത് വാസ്തുശില്പ ശൈലിയാണ് മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിനുള്ളത്. രാത്രിയിൽ ഇവിടെ തിരക്ക് വർദ്ധിക്കും. പകൽ സമയത്ത് സ്ഥലങ്ങൾ കാണാൻ പോകുന്ന സഞ്ചാരികൾ രാത്രിയിൽ ഇവിടെയെത്തി ഷോപ്പിംഗിൽ മുഴുകുന്നതാണ് തിരക്കിന്റെ കാരണം.